തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയിൽ സ്ഥിതിചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത്. വലതുകാൽ മടക്കിവച്ചിരിക്കുന്ന രൂപത്തിലുള്ള മഹാഗണപതിയാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഗണപതിയുടെ 32 വ്യത്യസ്ത രൂപങ്ങളുടെ ചിത്രങ്ങൾ ചുമരിലുണ്ട്. ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് മുൻപ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത്. അതിലെ സൈനികരിൽ ഒരാൾക്ക് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടി. അദ്ദേഹവും മറ്റു സൈനികരും ചേർന്ന് ആരാധിച്ചു പോന്നു. കാലം ചെല്ലവേ ഗണപതി അവരുടെ പരദേവതയായി മാറി. 1795 മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. തലസ്ഥാനത്തിനൊപ്പം തന്നെ കരസേനയുടെ ആസ്ഥാനവും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. സൈനികർ അവരുടെ കാവൽ ദൈവമായ ഗണപതിയെയും കൂടെ കൊണ്ടുവന്നു. ആദ്യം താൽക്കാലികമായി ഒരു ചെറിയ പീഠത്തിലാണ് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നത്. പിന്നീട് 1860 ആയില്യം തിരുനാൾ മഹാരാജാവ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രം പണികഴിപ്പിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. യുദ്ധക്കളത്തിൽ സൈനികർക്ക് ധൈര്യം പകർന്ന പടനായക ഗണപതിയാണ് പഴവങ്ങാടി ഗണപതി. അതുകൊണ്ടാണ് വിഘ്നം നീക്കുന്ന ഗണപതി എന്ന പേരിൽ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വിനായക ചതുർത്ഥി, ഗണേശ ജയന്തി, സങ്കടഹര ചതുർത്ഥി, തിരുവോണം, വിജയദശമി, വിഷു തുടങ്ങിയവ വിശേഷാൽ പൂജകളോടെ ആഘോഷിക്കുന്നു. ഗണപതി നടയ്ക്ക് എതിർവശത്തായി അനന്തശയന രൂപത്തിലുള്ള ചെറിയ മഹാവിഷ്ണുവിന്റെ വിഗ്രഹവും ഇവിടെ ഉള്ളത് ഒരു അപൂർവമായ കാഴ്ചയാണ്. ദർശന സമയം രാവിലെ 4:30 മുതൽ 10:45 വരെയും വൈകിട്ട് 5 മുതൽ 8:30 വരെയുമാണ്. തടസ്സങ്ങൾ നീങ്ങാനും ആഗ്രഹ സാഫല്യത്തിനുമായി നാളികേരം ഉടയ്ക്കുന്നതാണ് പ്രധാന വഴിപാട്. ഗണപതി ഹോമം, അപ്പം, മോദകം എന്നിവയും പ്രധാന വഴിപാടുകളാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം ഇന്ത്യൻ ആർമിക്കാണ്. ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് ഒരു വലിയ പഴച്ചന്തയായിരുന്നു. പഴം വിൽക്കുന്ന അങ്ങാടി ചുരുങ്ങി പഴവങ്ങാടിയായി. അതാണ് ക്ഷേത്രത്തിനും പേരുവയത്.